അങ്ങനെ അടിച്ചാ കേട്ടോ സാധനത്തിന്. ഇത് മിക്സ് ആകാണ്ടിരുന്നത് അത് കയറിയിട്ടുണ്ടായാലും ഓക്കെ കയറിയിട്ടുണ്ടെന്ന് ഒന്നും അറിയാം. എന്താ ഓളം നോക്കി എന്റെ ഓട്ടം കണ്ടോ? നല്ല ലോങ്ങിൽ അടിച്ചാ കേട്ടോ സാധനത്തിന്. ഇത് മിക്സ് ആകാണ്ടിരുന്നത് അത് കയറിയിട്ടുണ്ടായാലും ഓക്കെ കയറിയിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല. നല്ല പിടുത്തം പിടിക്കണം. അവൻ അരികിലേക്കാണ് കേട്ടോ വന്നത്. ആ അരികിലോട്ട് വന്നിട്ട് ആ കുഴി ഭാഗത്തോട്ട് വരികയാണ് കണ്ടത്തിന്റെ. അത് ചുറ്റി ആ സൈഡിലേക്ക് വന്നു. പിന്നെ സാധനത്തിനെ കണ്ട എന്ത് സാധനം അറിയാമോ? കാളാഞ്ചിയാണ്. കാളാഞ്ചി അമ്മമ്പോ കാളാഞ്ചി കയറി മോനെ. ഹെവി സാധനം. ഡ്രാഗൊക്കെ വലിച്ചിട്ട് ഓടുന്നുണ്ട്. എന്റെ പൊന്നു തിളങ്ങി വന്നിട്ടില്ലേ? കാണാവോ? എന്റെ അമ്മ ഡ്രാഗൊക്കെ വലിച്ചിട്ട് പോണം. എന്റെ അമ്മ ഇത് നോക്കി. ഹെവി ഗാഡി പിടിച്ച് തട്ടല്ലേ അങ്ങനെ. ഡാർട്ട് ജസ്റ്റിനാട്ടാ ഇരിക്കണത്. മിക്കവാറും പോകും മോനെ. ഡാർട്ടിന്റെ തുമ്പ മാത്രമേ കയറിയിട്ടുള്ളൂ. ലോക്ക് പിന്ന് കയറിയിട്ടില്ലെന്ന് തോന്നണ മോനെ. ഇതണ്ട പാടിയിൽ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ പോകല്ലേ അത്. ലോക്ക് പിന്ന് കയറിയിട്ടില്ലല്ലോ. എന്റെ പൊന്നോ എന്ത് ഭാഗ്യം കൊണ്ടാണ് കയറിയത്. നോക്കി നമ്മുടെ ക്രോസ് പോലെ ആദ്യത്തെ ഹെവി കൊമ്പൻ കയറിയിട്ടുണ്ട്. നോക്കിയ എത്ര ലോങ്ങിലാണ് അടിച്ചെന്ന് നോക്കിയതേ. ആകെ ആ കൊളുത്ത് നമ്മുടെ പിന്നിന്റെ കൊളുത്താണ് ആ വീണ് വെക്കുന്നത്. വെട്ട് നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ അടിക്കുമ്പോൾ നമ്മുടെ ഡാട്ടിൽ നൂലിട്ട് വലിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് വീണിരിക്കുന്നത്. ഇത് നോക്കി പറഞ്ഞത്. ഇത് കണ്ട എന്റെ പൊന്ന് അത്ര ലോങ് എത്ര ഓടിച്ചിട്ടാണ് കയറിയത്. കണ്ട സാധനം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഇതായി. ഇത് സൈസ് നോക്കിക്കണ്ട വറ്റാറ് സാധനം. നമ്മുടെ ക്രോസ് ബോയിൽ നമ്മൾ വന്നിട്ട് എയിം പഠിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. എയിമിങ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഒരു മാതിരി. പക്ഷെ ഇവിടെ ഭയങ്കര ഹൈഡ് വെള്ളമായിരുന്നു. എന്നാ പിടിച്ചോ ഞാൻ താഴ്ത്തത് ഹൈഡായിരുന്നു. കയ്യിൽ അഴുക്കായിട്ടുണ്ട്. എന്നാലും മീൻ നന്നായിട്ട് ഷോ ചെയ്ത് കാണിച്ചാൽ കിടുക്കാച്ചി ഒരു കിലോക്ക് ഏകദേശം ഒരു 800-900 ഗ്രാം കാണും അല്ലേ. എന്താ ഓട്ടോണ് കൂടി നമ്മൾ ഡ്രാഗ് ഇച്ചിരി ലൂസാക്കി ഇട്ടതാണ് ഡ്രാഗ് ഞാൻ. കാരണം ഇന്ന് ഇപ്പൊ ലൂസാക്കി ഇട്ടെന്നല്ല, അല്ലെങ്കിൽ ഒറ്റ വലിക്ക് തന്നെ ആദ്യം തന്നെ പോയാൽ. അപ്പൊ നമ്മുടെ ഇന്ന് 4ാമത്തെ തിലോപ്പി വന്നിട്ട് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇന്ന് എയിം ചെയ്ത് നല്ല അടിപൊളി ഷൂട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ നമുക്കിപ്പോൾ. ബാക്കി നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരന് കൊടുത്തായിരുന്നു അവിടെ വന്നപ്പോൾ. അയ്യോ 2 കിലോക്ക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് കൂടെ താഴെ വെച്ചിട്ട് പോയാൽ അടിച്ചോ മൂന്നാമതുണ്ട് ഒരു വലുത് നോക്കി അടിക്കാം. ബാക്കിയുള്ളത് അപ്പുറത്തേക്കാണ്. ഇത് മാത്രം ഇവിടെ നിൽക്കുള്ളൂ. ബാക്കിയെല്ലാം അപ്പുറത്താണ്. ലൈൻ വലിച്ചിട്ട് ഓടുന്നു. എന്റെ അമ്മ ഹെവി സാധനം അടിപൊളി. റെഡ് തിലോപ്പിയ. ബാക്കി 2-3 അവിടെ നിൽപ്പുണ്ട്. ഇവിടെ മീനിന്റെ മേത്തൂടെ അമ്പ അവിടെ നിൽക്കണത്. ഇത് കണ്ട നൂല് കിടക്കണ നോക്കിക്കണ്ടേ. നൂല് ഇവിടെ അമ്പ അവിടെ കിടക്കണത്. അമ്പ അവിടെ കിടക്കണത്. ഇത് മീൻ നൂലില് മാത്രം കിടന്ന് ഓടിപ്പോന്ന. അതിന്റെ പവർ നോക്കിയപ്പോ ഇടുക്കം പവർ. ഇത് കണ്ട ഇതേ അമ്പ് കിടക്കണ നോക്കിക്കണ്ട. അമ്പ് നിൽക്കുന്ന സ്ഥലം നോക്കിക്കണ്ട. അതെ നൂല് കണ്ട അവിടെയാണ് കിടക്കണത് നൂല്. അമ്പ് ചില അടിയിൽ നിൽക്കണേ വിട്ടുപോകല. ഹെവി സാധനം. ഇതാണപ്പോ നേരത്തെ നമ്മൾ വന്നപ്പോ ഇവിടെ ഓടിയത് കേട്ടോ. ഓട് മൊത്തം കുടിക്കും. ഓടി അവനെ പിടിച്ച് എന്റെ പൊന്നു മച്ചാനെ പൊളി. ഈ പ്ലാസ്റ്റിക് കിറ്റിനകത്തൊക്കെ ഇതെന്ത് സാധനം എന്നാലും കുഴപ്പമില്ല. അതെ കിടുക്കാച്ചി ഒരു സാധനം. എന്റെ പറയാൻ നൈസ്. നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോയിൽ നമ്മുടെ ഹെവി ഒരു ഐറ്റം. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോ. അതെ ഏറ്റവും വലിയ മീൻ കിട്ടണം നമുക്ക് ആദ്യം ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ നമ്മുടെ. ഇന്നത്തെ ദിവസം നമ്മളിതിൻ്റെ എയിമിങ് പഠിക്കാൻ പോകുന്ന ദിവസം കിട്ടിയിരിക്കുന്ന നല്ല കിടുക്കാച്ചി ഒരു സാധനം. വേറെ ഒരു 4 നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഇതിന് മുന്നത്തെ.
അടിപൊളി സാധനം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാം. സഞ്ചി എടുത്തു, സഞ്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നേരെ സഞ്ചിക്കകത്തേക്ക് നേരിട്ട് നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ കെട്ടിയിരിക്കുന്ന അങ്ങനത്തെ ഒരു കെട്ടാണ്. നമ്മുടെ ആട്ട് സ്ലിംഗ് ഷോട്ടിൽ കെട്ടുന്ന പോലെ തന്നെ ഇതിലും കെട്ടിയിരിക്കുന്നത്. കാരണം മീൻ പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നേക്കണം നമുക്കിത് ഇങ്ങനെ ഊരിയെടുക്കാൻ എളുപ്പം. കണ്ട അടിപൊളി. താങ്ക് യു. അടിപൊളി. അപ്പൊ എന്തായാലും ഇതേ ഇന്നൊരു ട്രയൽ ഫിഷിങ്ങിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എയിം പഠിക്കാൻ വേണ്ടി മാത്രം വന്നൊരു വീഡിയോ ഷൂട്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൽ നല്ല കിടുക്ക് ഷൂട്ടൊക്കെ ഇനി ചെയ്യാൻ കിടക്കണുണ്ട്. നല്ല നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ നമുക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി മീനുകളൊക്കെ വീഡിയോ ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.